കേരളത്തിൽ വോട്ട് എണ്ണി തുടങ്ങി. ഇനി 5 വർഷം കേരളത്തെ ഭരിക്കാൻ പോകുന്ന ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നു. പലപ്പോഴും സങ്കടത്തിൽ തോന്നിയിട്ടുണ്ട്, ഈ കേരളത്തിലെ ലീഡേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ മന്ത്രിമാരാകട്ടെ ഒരു സിഇഒനെ പോലെ അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല. കേരളത്തിന് വേണ്ടത് മനസ്സിലാക്കി വ്യക്തമായ ഒരു വിഷൻ, 5 വർഷത്തേക്കുള്ള ഒരു വിഷനെ അവർ ഡോക്യുമെൻ്റ് ചെയ്ത് ആ വിഷനിലേക്ക് എത്തുവാനുള്ള ഓരോ മിഷനുകളെയും നിർണ്ണയിച്ച് അതിന് വേണ്ട ബെസ്റ്റ് ടീമിനെ അലോക്കേറ്റ് ചെയ്ത് അതിലേക്കുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ബഡ്ജറ്റിങ്ങിനെ സോഴ്സ് ചെയ്തുകൊണ്ട് കേരളത്തിനുള്ള എല്ലാ റിസോഴ്സുകളും ഡാറ്റയും യൂസ്ഫുൾ ആക്കി എല്ലാ പ്രീവിയസ് ഡാറ്റ അവൈലബിളാണ്. ആ പ്രീവിയസ് ഡാറ്റാസ് എല്ലാം നോക്കിയിട്ട് ഒരു സക്സസ് പ്ലേ ബുക്ക് ഉണ്ടാക്കാൻ ഒരു പണിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് കേരളത്തിന് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട, അവരാഗ്രഹിക്കുന്ന, അവർ ഡിസേർവ് ചെയ്യുന്ന നല്ലൊരു ലൈഫ് കൊടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്ത് വിഷൻ നിർണ്ണയിച്ച് 5 വർഷത്തേക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാക്കി, സിസ്റ്റം ഉണ്ടാക്കി, അതിനെ മോണിറ്റർ ചെയ്യാനുള്ള KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മോണിറ്റർ മെഷറും ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? സങ്കടത്തിലും കേരളത്തിലെ ജനങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് കിട്ടാത്തതിലുമുള്ള ചോദ്യമാണ്. എന്ത് തന്നെയായാലും പുതിയ ഗവൺമെൻറ്റിന് ഒരു വിഷനും മിഷനും സ്ട്രാറ്റജിയും സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. കേരളത്തിൽ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എല്ലാവിധ ഭാവുകങ്ങളും.